സാർ ഇത് എങ്ങനെ പഠിക്കണം, ഇത് എങ്ങനെ പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ളത് പറഞ്ഞതാരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഗൈഡൻസ് ഒന്നുമല്ല. ഞാൻ നെഗറ്റീവ് എന്നാണ് തുടങ്ങിയത്. നെഗറ്റീവ് തുടങ്ങിയിട്ട് സർക്കാർ ജോലി കിട്ടി വർഷങ്ങൾ കൊണ്ട് 0 ആയതാ. എങ്ങനെ നെഗറ്റീവ് നിന്ന് കയറ്റി കൊണ്ട് സർക്കാർ ജോലി കിട്ടിയ ശേഷം പല കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് 0ലേക്ക് എത്തി 1, 2, 3, 4 പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരികയാണ്. 2008 B.Ed ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടൂർ ഞാൻ പോകുന്നത്. അതിന് മുമ്പൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഊട്ടിയിൽ പോകും, മറ്റെടുത്ത് പോകും. ഊട്ടിയൊക്കെ കാണാത്ത ഞാൻ ഇന്ന് വരെ ഊട്ടി കണ്ടിട്ടില്ല. 9.5 മണിക്കൂർ ഇട്ടാൻ കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് അന്ന് ടൂറിന് പോയത്. കല്ലെറിഞ്ഞവരെ കൊണ്ട് കട്ടൗട്ട് വെപ്പിക്കുന്ന കട്ട ഹീറോയിസം എന്നുള്ള ആ സംഭവം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ PSC പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം സുജേഷ് പൊറക്കാട് സാറാണ്. ഓരോ PSC പരീക്ഷകൾ കഴിയുമ്പോൾ ആ ചോദ്യങ്ങളെ കൃത്യമായി കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ബ്ലൂ പ്രിൻ്റ് ആയിട്ടും സ്റ്റഡി പ്ലാനോട്ടൊക്കെ എത്തുന്ന സുജേഷ് പൊറക്കാട് സാർ. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു റാങ്ക് ഫെയിൽ എത്തിച്ച സുജേഷ് പൊറക്കാട് സാർ. സാർ എങ്ങനെ സർവീസിലെത്തി? സാറിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? സാറിൻ്റെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സാറിൻ്റെ ജീവിതാനുഭവങ്ങൾ അത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഉത്തരത്തിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്താലോ? സുജയ് സാറേ, ഓക്കെ. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് പല പോഡ്കാസ്റ്റും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു, റാങ്കിൽ വന്ന വിദ്യാർത്ഥികൾ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് സർക്കാർ ജോലി കിട്ടിയ പഴയ പല നെഗറ്റീവായ സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്നിട്ട് സ്വന്തം ജീവിതം തന്നെ പറയുന്ന പോലെ വിജയമാക്കി മാറ്റി മറ്റുള്ള വിദ്യാർത്ഥികളെയും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിച്ച അധ്യാപകരോടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് മറ്റ് വിദ്യാർത്ഥികൾക്ക് PSC വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ പ്രദീപ് സാറിൻ്റെയും സുജയ് സാറിൻ്റെയൊക്കെ ഒരു പോഡ്കാസ്റ്റ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ പ്രദീപ് സാറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ സുജേഷ് സാറാണ്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും പ്രദീപ് സാറിന് വരുമ്പോൾ കുട്ടികൾ എന്തായാലും ചോദിക്കും, സുജയ് സാറിൻ്റെ പോഡ്കാസ്റ്റ് വേണം എന്തായാലും ചോദിക്കും. അപ്പോൾ സാർ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സാറിൻ്റെ സർക്കാർ സർവീസിലേക്കുള്ളൊരു വരവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എല്ലാം അറിയാൻ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. സാറിൻ്റെ പഠന രീതി, സാറ് എങ്ങനെയാണ് സാറിനത് ഇൻസ്പയറായിട്ട് നിന്നത്, സാറിപ്പോൾ ഏതൊക്കെ സർവീസിലെത്തി എന്നൊക്കെ എല്ലാവർക്കും അറിയണമായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നാലോ? ഓക്കെ, കിടക്കാം. ഓക്കെ സാർ, ആദ്യം തന്നെ സാറിൻ്റെ ഒരു ലൈഫ് ജേണി എങ്ങനെയാണ്? അതായത് പുറക്കാടെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്കായാലും ഞാൻ ആദ്യമായിട്ട് പുറക്കാട് കണ്ടപ്പോൾ ആലപ്പുഴ പുറക്കാടെന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ ഒരു നാട്ടിൽ നിന്ന് ഒരു സുജേഷ് പൊറക്കാട് എന്ന് പറയുന്ന ആ ഒരു പേരിൽ ഇന്ന് കാണുന്ന സാറിൻ്റെ പേരിലേക്ക് സാർ എത്തിയ ഒരു യാത്ര ഒന്ന് പറയാമോ, ആ ജേണി ഒന്ന് പറയാമോ? അത് തന്നെ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള PT ഉഷയുടെ നാടായിട്ടുള്ള പയ്യോളിക്കടുത്തുള്ള പുറക്കാടാണ് എൻ്റെ ജന്മസ്ഥലം. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. സഭ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും ഉദ്യോഗാർത്ഥികളൊക്കെ പലരും ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ആലപ്പുഴ പുറക്കാടാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. പക്ഷേ കോഴിക്കോട് ജില്ലയാണ്. പിന്നെ ഒരുവിധം ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട്, കാരണം എൻ്റെ സംസാര രീതി കേട്ടാൽ പിന്നെ അറിയാം. ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ കേട്ടാൽ തന്നെ കുട്ടികൾക്ക് അറിയപ്പല്ല. അപ്പം അവിടെ നിന്നുള്ള ഇതിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത് വലിയൊരു ജേണിയാണ്. നമുക്കിപ്പോൾ അത്രയും വിശദീകരിച്ചൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ കുറേ ഭാഗങ്ങളിലൂടെ നമുക്ക് പോവാം. ഒരു PSC രംഗത്തേക്ക് കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു 2006 ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഒരു PSC എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് പറഞ്ഞാൽ, മുൻകാലങ്ങളിലൊക്കെ എനിക്ക് എന്തൊക്കെ ഘട്ടങ്ങളിൽ പഠിക്കണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടോ അതൊക്കെ വന്ന പോലെ തന്നെയാണ്. അതായത് മുത്തമ്മയുടെ മകനുണ്ട്, ഒരു പ്രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതീഷ് ഏട്ടനാണ്. അപ്പോൾ മൂപ്പര് SSLCക്ക് ഫസ്റ്റ് ക്ലാസ് അടിച്ചപ്പോഴാണ് എനിക്ക് പഠിക്കാനുള്ള ഒരു ആവേശം വരുന്നത്. അതുവരെ ഞാൻ പല ഇന്റർവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുവരെയൊക്കെ ഒറ്റയൊക്കെ സംഖ്യകളൊക്കെയാണ് കിട്ടുക. പിന്നെ അടിച്ചു പഠിപ്പിക്കുന്ന മാഷിൻ്റെ കയ്യിൽ മാത്രം നമുക്ക് എന്ത് കിട്ടും, അത്യാവശ്യം മാർക്ക് കിട്ടും. പിന്നെ മാത്സിന് അത്യാവശ്യം കിട്ടും, കാരണം വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മളെ ക്രിക്കറ്റ് കളി വായനോട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് തന്നെ നേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് 10ാം ക്ലാസ്സിലെത്തി പ്രതീക്ഷയായിട്ടാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോഴാണ് പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ എനിക്കും പഠിക്കണം. അവിടെ അവന് 10ാം ക്ലാസ്സിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ സമയത്ത് അമ്മയുടെ അച്ഛൻ ഒരു വാച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്ക് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു അതേപോലെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും തുടക്കം 10ാം ക്ലാസ്സിൽ ഒരു നല്ലൊരു മാർക്ക് വാങ്ങണം എന്നൊക്കെയുള്ള ചിന്ത വന്നത്. അപ്പോൾ അതുവരെ ഒറ്റയൊക്കവും ഈ പറയുന്ന ചില വിഷയങ്ങൾ മാത്രം 2 അക്കം നേടിയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കൂളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പഠിക്കുന്ന ആളുകളൊക്കെ A ക്ലാസ് 10A 10B 10C അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മളെ പോലെയുള്ള വർക്കൗട്ട് ഡിയിലും Hലൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ Hോ Jോ അങ്ങനത്തെ ഒരു ഡിവിഷനിലായിരുന്നു. അപ്പോൾ ആ വർക്കൗട്ട് മൂലമായ കൂട്ടത്തിലുള്ളതായിരുന്നു. അപ്പോൾ ആ കൊല്ലം അവിടെ എനിക്ക് തോന്നുന്നു 6 or 7 ഡിസ്റ്റിങ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കൂട്ടത്തിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ A ക്ലാസ്സിലും B ക്ലാസ്സിലുള്ളതാണ്. ടീച്ചർമാരുടെ മക്കൾ, മറ്റുള്ളവരുടെ മക്കൾ എല്ലാവർക്കും അറിയാം ഇവരൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു ഒറ്റയാനാണ്. കാരണം എൻ്റെ ഡിസ്റ്റിങ്ഷൻ ഇവർക്ക് ആർക്കും വിശ്വാസമില്ലായിരുന്നു. ആകെ ഒരു മാഷ്ക്കേ അറിയുള്ളൂ, കാരണം ഞങ്ങളെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഗോവിന്ദ മാഷ്ക്ക് മാത്രമേ അറിയണ്ടായിരുന്നു.
മാഷ്ക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും മാഷക്കാണെങ്കിൽ ഒരു തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അഭിമാനത്തിന്റെ തിളക്കം. കാരണം ആ എച്ച്ഒ ജെഒ ഡിവിഷനിൽ നിന്ന് ഒരു ഡിസ്റ്റിങ്ഷൻ സാറിന് നേടിക്കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു തിളക്കം സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനമാണ് എനിക്ക് തുടക്കം. അതല്ലാതെ ഞാനിങ്ങനെ ഒരു സ്ഥിരം പഠിപ്പിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് അല്ല. നമ്മൾ ഇപ്പോൾ സബീനെ പോലെ എന്നെ പോലെ അല്ല ഒരു സാധാരണക്കാരനെ പോലെ തന്നെ നമുക്ക് എപ്പോഴും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും വൈതെറ്റാൻ വെമ്പുന്ന മനസ്സൊക്കെ ആയിട്ട് പോകുന്ന ഒരു സാധാരണ പാവം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ വേണം എന്നുള്ള ചിന്ത വന്നിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവിടെ തുടങ്ങിയതാണ്. പിന്നീട് ഇതേപോലെയാണ് ഓരോ ഘട്ടങ്ങളിലും വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ പ്രതീക്ഷയായിട്ട് തന്നെ എന്ത് ചെയ്തു, സർക്കാർ ജോലി നേടി. അവൻ 23 നേടി. അപ്പോൾ അവനേക്കാൾ മുന്നേ നേടണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഒരു ഫൈനൽ ഇയർ ആയ സമയത്ത് തന്നെ ഏകദേശം പഠനങ്ങൾ തുടങ്ങി. അപ്പം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെറിയ രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമൊന്നുമല്ല, GK വെറുതെ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കുന്ന രീതിയിൽ സമയം കിട്ടുമ്പോൾ ഒക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഡിഗ്രി ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് 78.5% മാർക്കേ ഉള്ളൂ. മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല മാർക്കാണ്, പക്ഷേ അത് BSc ഫിസിക്സിനെ സംബന്ധിച്ച് നല്ലൊരു മാർക്കല്ല. കാരണം എല്ലാവരും 80% മുകളിലൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ PGക്ക് പോകാനുള്ളത് ചെയ്യാണ്ട് പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു PG എന്നുള്ള ഓപ്ഷൻ നാട്ടിലൊന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ ദയനീയനാണ്. ആ സമയത്ത് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അത് സ്വന്തമായിട്ടുള്ള ഓട്ടോ അല്ല, കൂലിക്ക് ഓട്ടോ ഓടിക്കുന്ന. അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയാണ്. ആ പൈസ മൂന്ന് മക്കളാണ്. അപ്പൊ 3 മക്കളെ ചെലവും കാര്യങ്ങളും പട്ടിണി ഇല്ലാതെ അച്ഛൻ നല്ലതായിട്ട് ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ടാവും. ഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഓണത്തിന് ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓണാകുമ്പോൾ എനിക്കുണ്ടാവില്ല. അച്ഛൻ പറയും കഴിഞ്ഞ പ്രാവശ്യം കല്ലെടുത്ത് ഇപ്രാവശ്യം അനിയനെടുക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു 3 വർഷത്തെ ട്രേഡിലൊക്കെയാണ് നമുക്കൊരു പുതിയ ഡ്രസ്സൊക്കെ കിട്ടുക. അതൊക്കെ വലിയ സന്തോഷമാണ്. ആ സമയത്ത് അങ്ങനെ കിട്ടുള്ളല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. അല്ലാതെ ഭക്ഷണത്തിന് ഒരിക്കലും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. മറ്റു സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വിഷമിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു സ്പിരിറ്റ് ഉണ്ട്, എങ്ങനെ ജോലി നേടിയേ പറ്റുള്ളൂ, മുന്നോട്ട് പോകണമെങ്കിൽ ജോലി ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരാളുടെ മോട്ടിവേഷൻ വേണ്ടി വന്നിട്ടില്ല ഒരിക്കലും. ഒരാള് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു, നമുക്ക് തന്നെ വേണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതിനൊരു ദിശാസൂചകമായിട്ട് എൻ്റെ മുന്നേ സഞ്ചരിച്ച പ്രതീക്ഷേട്ടൻ ഉണ്ടായിരുന്നു. ആ ദിശയിൽ ഞാൻ പോകുമ്പോൾ അവിടെ നിലനിർത്താൻ അച്ഛൻ്റെ ഒരു സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ സഭയൊക്കെ കേട്ടാൽ ചിരിച്ചു പോകും. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന തന്നെ ഞാൻ വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ അച്ഛൻ എന്നെ ഇത് പഠിക്കാൻ സമ്മതിക്കില്ല, അതിലും കയറാൻ സമ്മതിക്കില്ല. ബൈക്ക് ഞാൻ പഠിക്കുന്നുണ്ടാൽ അടിച്ചു ഓടിക്കുക. എവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ കൂട്ടത്തിൽ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അടിച്ചു ഓടിച്ചാൽ. കാരണം അത് പഠിച്ച് പിന്നെ ഇതും പഠിച്ച് അച്ഛൻ്റെ വഴി ഞാനും ആയിപ്പോകും എന്നുള്ള ചിന്തയായിരുന്നു അച്ഛന്. അപ്പൊ അങ്ങനെ അതിലേക്ക് വരാതെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എന്നെ പിടിച്ചു ഒപ്പിച്ച. അന്നൊക്കെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതായത് ഇതിലെ പോലെ ആയിപ്പോരുത്, കാരണം ഓട്ടോ ഓടിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ ആയിപ്പോരുന്നുള്ള ചിന്തയായിരുന്നു അച്ഛന്. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ തന്നെ എന്നോട് നാട്ടിലുള്ള പല ആളുകൾ, ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്ന് നാടൊക്കെ മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പോലെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്താണ്, നിനക്ക് അച്ഛനെ സഹായിച്ചുകൂടെ, അച്ഛന് പ്രായമായില്ലേ, എടാ അച്ഛൻ നല്ല ഉഷാറായിട്ട് ഇപ്പം നടക്കുന്ന ആളാ, ഈ അച്ഛന് പ്രായമായില്ലേ, എനിക്ക് അച്ഛനെ സഹായിച്ചുകൂടെ, അത് ഓട്ടോ ഓടിക്കാൻ പോയി കൂടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കേട്ടാ അറിയാലോ, നമ്മളോടുള്ള സ്നേഹമല്ല, അച്ഛനോടുള്ള സ്നേഹമല്ല, നമ്മൾ ഇരുത്തുന്നതാണുള്ള ഒരു സാധനം വരും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷൻ സ്വയം വരും. കാരണം നമ്മളെ ജീവിതമാണ്, ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം, മാറ്റങ്ങൾ വരണം, അച്ഛനെ പോലെ തന്നെ ഞാനും ഓട്ടോ ഡ്രൈവർ ആയി പോകരുത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോകാനുള്ളൊരു എന്താ പറയാ സാഹചര്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരാള് അതിനു വേണ്ടി ഊതി തള്ളേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതാണ്, അങ്ങനെയാണോ അതിൻ്റെ ഒരു തുടക്കമൊക്കെ അങ്ങനെയാണ്. പിന്നെ സാർ അപ്പം ഇത് സാർ അങ്ങനെ തുടങ്ങി, ഇപ്പം പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സാറിന് മുമ്പേ സഞ്ചരിച്ച സാറിൻ്റെ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയെന്ന് സാർ പറഞ്ഞു. ചേട്ടനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അയ്യറ്റോ നോക്കിയാലുള്ള ഏക സർക്കാർ ജോലിക്കാരൻ മൂപ്പരാണ്. ഫസ്റ്റ് സർക്കാർ ജോലി മൂപ്പരാണ്. ഇപ്പം നിലവിലോ? ഇപ്പം ഞാൻ വന്നു, അതിനുശേഷം പിന്നെ പല ആളുകൾ വന്നു. ഇപ്പോൾ ഏട്ടൻ്റെ ഭാര്യ ഒക്കെ പഠിപ്പിക്കാൻ പറ്റി, അനിയൻ അനിയത്തി അവരൊക്കെ പഠിപ്പിക്കാൻ പറ്റി. അതേപോലെ PSC ക്ലാസ്സിൽ ചേട്ടന്മാരെ മുതമേൻ്റെ മക്കൾ വേറെയുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ വൈഫ് അവരൊക്കെ സർക്കാർ ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കാനും അതിൽ ചില ആളുകൾക്കൊപ്പം കയറിയിട്ടുണ്ട്. ഓക്കെ സാറിപ്പം സാറിന് ആ ഒരു കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നമ്മൾ സാറ് നോക്കുമ്പോൾ സാർ എത്രത്തോളം ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? ദൂരം സഞ്ചരിച്ച് ഞാൻ അങ്ങനെയുള്ളൊരു തിരിഞ്ഞു നോട്ടങ്ങളൊന്നും നടത്താറില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ആഗ്രഹങ്ങൾ വെക്കും. നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും. എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ആഗ്രഹവും അത് നേടാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളൊക്കെ ഞാൻ പറയുന്നില്ല, ഞാൻ മടിയനാണ്. ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ട് അങ്ങനെ ഇട്ട് നാളെ ആവട്ടെ എന്നുള്ള മൈൻഡിൽ അവിടെ വെക്കും. പക്ഷെ അതേസമയം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഒന്ന് നേടുന്ന സമയത്ത് അടുത്ത ആഗ്രഹം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരും. അത് ഇന്ന സമയത്തിനുള്ളിൽ നേടണം, കൃത്യമായ ഡേറ്റ് ഇല്ലെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നേടണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങും. അതിപ്പോൾ ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ
കൂടുതൽ കാര്യങ്ങൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് കാണും, അതിനെ പറ്റിയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യും, അതിനെ പറ്റിയുള്ള കൂടുതൽ അറിവുണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേടാനുള്ള ആഗ്രഹം കൂടി വരും. അങ്ങനെ ആണെങ്കിൽ ഞാനൊക്കെ പ്രയത്നിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രചോദിപ്പിക്കാൻ ഉണ്ടെങ്കിലേ നമ്മൾ അതിന് പിന്നാലെ പോവുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നേടണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് പോരാണെന്നൊരു കാര്യമില്ല. കാരണം അതിന്റെ പാത കുറച്ച് രസമില്ലാത്തൊരു പാതയല്ലേ, ഒരു മടുപ്പിക്കുന്ന പാതയാണല്ലോ. ഈ പഠനം എല്ലാവർക്കും ഒരു മടുപ്പിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, ലക്ഷ്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ സാർ, മറ്റെന്തെങ്കിലും ഇപ്പോൾ ഈ സർക്കാർ ജോലി നേടാനായിട്ട് നമുക്ക് ആണെങ്കിൽ തന്നെ സാർക്ക് പറഞ്ഞതുപോലെ പല സാറിനായിട്ട് സ്വന്തമായിട്ട് തന്നെ തോന്നിയതാണ് സർക്കാർ ജോലി മേടിക്കണം, അല്ലെങ്കിൽ ഇതിൽ സാറ് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് സാർ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. പക്ഷെ അപ്പോഴും നമുക്ക് എപ്പോഴും ഒരു മടുപ്പ് അനുഭവപ്പെടാറുണ്ടോ? അങ്ങനെ സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ സാർ അതിന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാറിനൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടോ? ആരെങ്കിലും വർത്തമാനങ്ങളോ അല്ലെങ്കിൽ സാറിൻ്റെ ജീവിത അനുഭവങ്ങളോ എന്തെങ്കിലും സാറിന് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഞാൻ തന്നെയോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിയ ആളുകൾ, എന്നെ കല്ലെറിഞ്ഞവർ, ഇവരൊക്കെയാണ് എൻ്റെ മോട്ടിവേറ്റേഴ്സ് എന്നും. അല്ലാതെ വേറൊരാളുടെ ഒരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ചെറുപ്പക്കാരില്ലേ, ആ ഒരു മൈൻഡ് തന്നെയാണ് എനിക്കും. ഉപദേശവും നമുക്ക് പിടിക്കില്ല, ഒരാൾ ഉപദേശിക്കുമ്പോൾ കൂടി ഇപ്പോൾ തലമുറ ഞാൻ അതുകൊണ്ടാണ് ആരെയും ഞാൻ ഉപദേശിക്കാറില്ല. ഉപദേശത്തിന് പോകുമ്പോൾ പിടിക്കുന്ന ആളാരും നമുക്കറിയാം. അല്ലെങ്കിൽ ഉപദേശിക്കുന്ന അവർ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവർ ഇൻസ്പയർഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഇന്നത്തെ തലമുറ ഇൻസ്പയർഡ് ആണെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്പയർഡ് ആവില്ല. അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അവരോട് രണ്ട് കാര്യം പറയുമ്പോൾ അവരത് കേൾക്കും. അല്ലാത്ത ഉപദേശങ്ങളൊന്നും ആരും കേൾക്കില്ല. അപ്പൊ അതേപോലത്തെ ഒരു മൈൻഡ് തന്നെയാണ് എനിക്കും. ഈ പറയുന്ന ഉപദേശങ്ങൾ കേട്ടിട്ട് മാറുക അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്താണ്, പ്രശ്നങ്ങളുണ്ട്, ബോധ്യമുണ്ട്. അച്ഛൻ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നോക്കുന്നതെന്നും ഈ പറഞ്ഞ കഷ്ടപ്പാടുകളൊക്കെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വരുന്നൊരു സാധനമാണ് ഈ പ്ലസ് ടുവിനാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് സ്പെഷ്യൽ വെക്കുമല്ലോ. ഈ സ്പെഷ്യൽ വെക്കുമ്പോൾ ഫസ്റ്റ് സ്പെഷ്യലിന് പോകാൻ ഭയങ്കര ഉഷാറാണ്. കാരണം കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ പുതിയ ഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അന്ന് ഭയങ്കര ഉഷാറായിട്ട് പോകും നമ്മൾ. അപ്പോൾ ആ ഒരു ദിവസം പോയി. പിന്നെ അടുത്ത സ്പെഷ്യൽ വരുമ്പോൾ നമുക്ക് മടിയാണ്. കാരണം എന്താ, അടുത്ത പുതിയൊരു ഡ്രസ്സ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് പോകാണ്ട് നിൽക്കും, വീട്ടിൽ നിന്ന് പറയില്ല, പോകാണ്ട് നിൽക്കും. പിന്നെ അങ്ങനെ 1-2 പോകാണ്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാലും വീട്ടിൽ അറിയും. കാരണം അച്ഛൻ ഓട്ടോ ആണ്, അവിടെ ഇങ്ങനെ പോകുന്നല്ലേ, അപ്പോൾ അറിയും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പോകേണ്ടി വരും. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ നമ്മൾ ഈ പഴയ യൂണിഫോം ഇട്ട് തന്നെ പോകണം. അപ്പോൾ അതൊക്കെ വിഷമമാണ്. കാരണം അങ്ങനെ യൂണിഫോം ഇട്ട് സ്പെഷ്യലിന് പോകുന്നവർ ക്ലാസ്സിൽ ചിലപ്പോൾ ഒന്ന് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അന്നൊക്കെ മാഷന്മാരോടൊക്കെ ഭയങ്കര വെറുപ്പ് പോയിട്ടുണ്ട്. ഇവന്മാർക്ക് പറഞ്ഞാൽ പോരെ, എല്ലാവരും യൂണിഫോം ഇട്ട് വന്നവെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആയില്ലേ, ഒന്നും പറയാത്ത എന്താണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിനൊരു വിഷമായിരിക്കും, നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ സ്കൂളുകളിൽ പണ്ട് പോയൊരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ, ഈ സ്കൂളുകളിൽ ആദ്യം കുട്ടികളൊക്കെ ട്രൗസർ ഇട്ട് പിന്നീട് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പാൻറ്റിലേക്ക് മാറിയായിരുന്നു അന്നൊക്കെ. ഇന്നെന്താ സ്ഥിതി എനിക്കറിയില്ല, അന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 7-ാണോ 8-ലാണോ തോന്നുന്നു, അച്ഛൻ പറഞ്ഞതിലൂടെ ഞാൻ ഇപ്പോൾ ഇക്കൊല്ലം പുതിയ ഡ്രസ്സ് ഒന്നും വാങ്ങാൻ പറ്റില്ല, ഞാൻ ഏതായാലും ട്രൗസർ ഇട്ട് തന്നെ പോകും, നമുക്ക് അടുത്ത കൊല്ലം മുതൽ പാൻ്റ് ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. അന്ന് അക്കൊല്ലം പോകുമ്പോൾ ഞാനും എൻ്റെ അവിടെ ക്ലാസ്സിൽ ഒരു നിതീഷ് ഉണ്ട്, എടക്കോട നിതീഷ് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഓനും ട്രൗസർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സമാധാനം, ഞങ്ങൾ 2 പേര് ട്രൗസർ ഉണ്ട്. അപ്പം കളിയാക്കുന്ന ഞാൻ പറയാം, നിതീഷ് നല്ല വയസ്സക്കാരനാണ്, അന്നേ വയസ്സക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പിടിച്ചേക്കായിരുന്നു. അപ്പോൾ അടുത്ത കൊല്ലം ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി കൊല്ലോടി എന്നുള്ള വാക്ക് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ സ്ഥിതികളൊക്കെ ഞാൻ അറിയുന്നതുകൊണ്ട്, കാരണം അച്ഛൻ ദുശീലങ്ങളൊന്നുമില്ല, വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കിട്ടുന്ന പൈസയ്ക്ക് വീട് നോക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള. അതുകൊണ്ട് ഞാൻ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നത് പറഞ്ഞാലാ, സാറിൽ നിതീഷ് ഉണ്ടല്ലേ, അപ്പം പോയി. അപ്പോൾ അടുത്ത് 8-ലേക്കാണ് തോന്നുന്നു, അല്ലെങ്കിൽ 7-ലേക്കാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ പോയപ്പോൾ ഞാൻ ആദ്യം നോക്കുന്ന നിതീഷിനെയാണ്. നിതീഷ് എന്തിലേക്ക് മാറിയിട്ടുണ്ട്, പാൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കൊല്ലം ഞാൻ മാത്രമാണ് ആ ഒരു ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് റൂമിൽ മാത്രമല്ല, 8-ലാണെങ്കിൽ ആ 8-ാം ക്ലാസ് ABCD എന്നൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ട്രൗസർ ഇട്ടിട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര നമുക്കൊരു കുറവ് വിലയാണ് അക്കാര്യം. ഇപ്പൊ ട്രൗസർ ഇട്ട് നടക്കുന്നവരാ കുറവൊക്കെ. അപ്പൊ നേരെ തിരിച്ചാ, ഇപ്പൊ നമ്മൾ ട്രൗസർ ഇട്ട് നടക്കുകയാണെങ്കിൽ അതും കുറവായിരിക്കും, വീട്ടിൽ നിന്ന് ആ ഒരു ടൈപ്പായി. അപ്പൊ അന്നതൊക്കെ ഭയങ്കര എന്തോ ഒരു വിഷമം പോലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നേടിയ അടങ്ങുമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു, ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു, സാധനമായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ വന്നിട്ടില്ല, പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ സാർ, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബി.എഡ് ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ MSc പോകാൻ പറ്റിയില്ല, ആ വിഷമമുണ്ട്. കൂടെ പഠിച്ചവർ 10-20 പേരിലുണ്ടാവുക, അവരൊക്കെ MSc പോയി, ഞാൻ മാത്രം MSc പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങുകയാണ്. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രിയുടെ സമയത്ത് പഠിച്ചു തുടങ്ങി. കൂലിപ്പണിക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ അതാണ് അച്ഛന് ഈ ഓട്ടോ ഡ്രൈവർ പരിപാടിക്ക് അച്ഛൻ വിടൂല, ഇത് പിന്നെ രക്ഷയില്ല. പക്ഷെ ഞാൻ അതിന് മുമ്പ് തന്നെ ഈ ഞായറാഴ്ചകളൊക്കെ പോകുമായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഒരു അനിയനുണ്ട്, ബാബുവേട്ടൻ. അപ്പോൾ മൂപ്പരെ കൂടെ ഞായറാഴ്ചകളിലൊക്കെ ഹെൽപ്പറായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അത്യാവശ്യം
+2 സമയത്ത് മുതൽ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വട്ടച്ചെലവ് ചെറിയ ചെറിയ ചിലവുകളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞോടുകൂടി കംപ്ലീറ്റ് മൂപ്പര കൂടെയും പിന്നെ ഒരു ഷിജേട്ടനുണ്ട്, മറ്റേ തേപ്പ് എന്ന് പറഞ്ഞാൽ വേറെ തേപ്പല്ല, മേസൺ വർക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിന് നല്ല മൂപ്പര കൂടെ പോയി അങ്ങനെ നടപടികൾക്ക് ഇറങ്ങി. അപ്പോൾ അന്നേരം അച്ഛൻ്റെ മനസ്സിൽ ഇതിന് ഇവൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ ഞാൻ വെള്ളടി അങ്ങനെ ആ ഒരു വിഭാഗം വെള്ളടി എന്നല്ലേ പറയുന്നത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നാലും കുറച്ചുകൂടെ സാധ്യതയുണ്ട് നമുക്ക് അല്ലെ, അങ്ങനെ വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യത കുറച്ചുകൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കുറച്ചു കാലം ഇതിന് ഇറങ്ങി തിരിച്ചു ഏകദേശം ഒരു വർഷത്തോളം ഇങ്ങനെയുള്ള പല പണികൾക്ക് പോയി. ആ ഒരു സമയത്താണ് ഞാൻ പഠിക്കുന്നത്. അപ്പം പണിക്ക് പോയി വന്ന് നല്ല മീനും വേദനയായിരിക്കും. ആ വേദനയും കൊണ്ട് രാത്രി ഇരുന്ന് പഠിക്കാനോ പ്രത്യേക സുഖമാണ്, ഭയങ്കര ഫീലാണത്. ആ വേദന അനുഭവിച്ചുകൊണ്ട് പഠിക്കാൻ പറയുമ്പോൾ അങ്ങനെ ഇരുന്നിട്ട് രാത്രി ഇഷ്ടം പോലെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭക്ഷണത്തിനൊക്കെ വിളിച്ചാൽ അവിടെ കേട്ടെ മൈൻഡ് ചെയ്യില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നാട്ടിലുള്ള പല സുഹൃത്തുക്കളും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അവരൊക്കെ കുറ്റപ്പെടുത്തുക കളിയാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇന്ന് പഠിച്ചിട്ടുണ്ട് PSC ഒന്നും അങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് എന്താ കാറ്റ, അത് മറ്റോൾക്ക് കിട്ടും മറിച്ചോൾക്ക് കിട്ടും, നമ്മളെ പോലുള്ളവർക്കൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രാവിലെ വീട്ടിൻ്റെ കൊലായിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പണിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചില ദിവസം ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ഫുള്ള് പഠിക്കാന്ന് വിചാരിച്ചു മൂടൽ കയറുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ വിചാരിച്ചിട്ട് ലീവ് എടുക്കുന്ന സമയത്ത് ആയിരിക്കും ഒരു പണിക്ക് വിളിക്കുക. ഈ പോരി എനിക്ക് എന്തിനാ കാച്ച വെറുതെ ഇരുന്ന് പഠിക്കുന്ന ആ കാര്യമില്ലാതെ പണിക്ക് വിളിക്കും. അപ്പോൾ ചിലപ്പം പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈം കടന്നു പോവുകയാണ്. ആ സമയത്താണ് ടേണിംഗ് പോയിന്റ് വരുന്നത്. അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അച്ഛന് ഞാൻ ഇങ്ങനെ ആയി പോകരുത് എന്നുള്ള ചിന്തയുണ്ട്, ഇതിലായി പോകരുത് എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ മേലുവേനുള്ള പണിയായതുകൊണ്ട് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാവും എന്നുള്ള അച്ഛൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഡ്രൈവർ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലല്ലോ, അതൊരു ഡ്രൈവിംഗ് ആകുമ്പോൾ മേല് കയറാവുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ലാതെ കടന്നു പോകുന്നുള്ള പേടി കൊണ്ടാണ് അതിന് വിലക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇടയിൽ അച്ഛൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു എവിടെയെങ്കിലും ക്ലാസ് എടുക്കാനുള്ള ചാൻസുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എന്നെയും അതിനുവേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊയിലാണ്ടി ഒരു സ്ഥാപനത്തിൽ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോയപ്പോൾ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂപ്പർ അവിടെ, ഞാൻ BSc ഫിസിക്സ് ആണല്ലോ കഴിഞ്ഞത്, അപ്പോൾ PSCക്ക് ഏതെങ്കിലും ഒരു പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരുന്ന പോലെയും ക്ലാസ്സിലെടുക്കും. MSCക്ക് ഒരു പേപ്പർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരുന്നവരെയും ഇവിടെ ക്ലാസ്സിലെടുക്കും. ആളുണ്ട് ക്ലാസ് എടുത്തരും പറഞ്ഞ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. കാരണം MSCക്കാരനൊക്കെ എടുക്കാൻ നമ്മളെന്താ PSC ആകെ 78% മാർക്ക് കൊണ്ടിരിക്കും, നമുക്ക് ആ പേപ്പറൊന്നും എടുക്കാനാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പേടി തുടങ്ങി. പോരാത്തത് അതിനിടയിൽ മൂപ്പർ അവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഈ തലശ്ശേരി കണ്ണൂർ ഫുൾ ഏരിയയിൽ പുസ്തകം കെട്ടും തലയിൽ വെച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ പോയ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മൂപ്പരൊരു പുസ്തകം പബ്ലിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് തലശ്ശേരി കണ്ണൂർ ഫുൾ ഏരിയയിൽ വിട്ടു. ഒരു മാസമാണ് ഞാൻ അവിടെ നിന്നുള്ളൂ. ആ ഒരു മാസം ഇതൊക്കെ ചെയ്തു ഞാൻ വലിയൊരു പൈസയെല്ലാം കണക്കൂട്ടി വെച്ചു. ക്ലാസ് എടുത്ത വകയിൽ മണിക്കൂറിന് ഇത്ര അങ്ങനത്തെ ഒരു നിരക്കുണ്ടല്ലോ, ആ നിരക്കെല്ലാം വെച്ചിട്ട് അത് കണക്കൂട്ടി, പുസ്തകം വെക്കാൻ പോയ കണക്കൂട്ടി എല്ലാം കണക്കൂട്ടിയിട്ട് അവസാനം എന്തോ ചില്ലറ പൈസ മുപ്പണിക്ക് തന്നത്. എവിടെ എത്തുന്ന രീതിയിലുള്ള ഒരു പൈസ ആയിരുന്നില്ല. അപ്പോൾ ആകെ പഠിപ്പിച്ചു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഈ ഓട്ടോറിക്ഷ കയറുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ നാട്ടിൽ തന്നെയുള്ളൊരു ട്യൂഷൻ സെന്ററിലേക്ക് അവിടെ ക്ലാസ് എടുക്കാൻ എന്നെ ആക്കി. അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ജിജേഷ് മാഷ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള പ്രതിഭ കോളേജ് എന്ന് പറയും, ഞാൻ പഠിച്ച കോളേജാണ്. അപ്പോൾ അപ്പോഴും എന്നെ പഠിപ്പിച്ച കുറച്ച് അധ്യാപകരൊക്കെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ എത്തിയതാണ് എൻ്റെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് അവിടെ നിന്നാണ് എൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിന്റെ ഒരു തേച്ചു മിനുക്കലുകൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. കാരണം അവിടെ തന്നെ ഫസ്റ്റ് ബാച്ച് തന്നെ എനിക്ക് എൻ്റെ അനിയത്തി ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മളുടെ അധ്യാപകൻ കുറച്ചുകൂടെ മെച്ചപ്പെടുകയാണ്. പിന്നെ ഞാൻ അവിടെ നമ്മളെ വൈകുന്നേരം ആകുന്ന സമയത്ത് പോയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത്യാവശ്യം സമയം ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ അതിലെ ഇതിലൊക്കെ പോകുമ്പോൾ നമ്മള് വിളിയൊക്കെ ഉണ്ടാകുമല്ലോ, നമ്മൾ ചെറുപ്പമല്ലേ. അപ്പൊ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ എടാ പോടാ വിളി കേട്ടിട്ട് ആ ഒരു ടൈമിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ഇവിടെ ക്ലാസ്സിൽ കിട്ടുന്നത്. അതായത് പുറത്തുനിന്ന് എടാ പോടാ പട്ടി എന്നൊക്കെ കേട്ടിട്ട് ആ കുട്ടിയെക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മളുടെ അധ്യാപകൻ കുറച്ചുകൂടെ ഒരു തുടക്കത്തിലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പൊ അത് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എനിക്ക്. അവിടെ നിന്നാണ് ഞാൻ BEd ചെയ്യണം എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, PSC ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BEd ചെയ്യണം പോയി. BEd ചെയ്ത് വരുമ്പോഴേക്കും ജോലി എന്നുള്ളത് സംഭവം അതിന് മുന്നേ അപ്പോഴേക്കും ലിസ്റ്റുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് BEdന് പോയത്. സാർ ആദ്യമായിട്ട് എഴുതിയ PSC പരീക്ഷ ഏതാ?
ആദ്യമായിട്ട് എഴുതിയത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള പരീക്ഷയാണ്. ഓക്കെ. അത് ഞാൻ നിലതൊട്ടില്ല. അതെന്താ സംഭവിച്ചാൽ നിലത്തോട്ടുകയായിരുന്നു, ലെവൽ എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠനം തുടങ്ങിയല്ലോ, അതിന് ശേഷം എഴുതിയ എക്സാം ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലിസ്റ്റിൽ എവിടെയെങ്കിലും വരേണ്ടതായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ അറിയുന്ന കുറേ ചോദ്യങ്ങൾ കണ്ടു ആവേശത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അറിയാത്തത് വിട്ടു. പക്ഷേ അതിനടുത്ത ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വിട്ട ക്വസ്റ്റ്യൻ നേരെ തന്നെയാണ് കറപ്പിച്ചത്. അങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോയി. കുറേ അങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് ഞാനത് അറിയുന്നത്. അങ്ങനെ കുറേ മാർക്ക് അവിടെയും പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റിൽ ഞാൻ എവിടെയും വന്നില്ല. രണ്ടാമത് എഴുതിയ പരീക്ഷയായിരുന്നു വില്ലേജ് മാൻ, ഇന്നത്തെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റി. അത് എല്ലാ റാങ്ക് ലിസ്റ്റും പിന്നെ ഒരുമിച്ചാണല്ലോ വരിക, പല പരീക്ഷകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നത് എനിക്ക് തോന്നുന്നത് 650 അങ്ങനെട്ടാണ് ആളുകളുള്ളതിൽ 600 റാങ്കോ അങ്ങനെട്ടായിരുന്നു. അത്രയും പിറകിലോട്ടുള്ള ഒരു റാങ്ക് ആയിരുന്നു. അതാണ് ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രവേശനം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ അടുപ്പിച്ചാണ് വരിക. നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പരീക്ഷകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ഈ ഒരു കാലയളവിൽ, ഈ പഠനത്തിന്റെ കാലയളവിൽ നമ്മൾ പല പരീക്ഷകൾ എഴുതും. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നാട്ടിൽ തന്നെ ഒരു ചെറിയ സർക്കാർ ജോലി എന്നുള്ള മാത്രം. പക്ഷെ ഞാൻ ആ ഒരു ലെവൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. പ്രിലിംസ് ക്ലിയർ ചെയ്യും. മെയിൻസൊക്കെ എന്നാൽ ഡിസ്ക്രിപ്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാം ഘട്ടവും നടക്കില്ല, ഇന്റർവ്യൂ അതൊക്കെ പേടിയാണ്. അപ്പൊ അതിനൊന്നും പോകാൻ പേടിയാണ്. അതേപോലെ UPSC പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു തവണ, ഒറ്റ തവണ. അതൊക്കെ നമ്മൾ ഈ അപ്പെക്സ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഏതാനും കിട്ടും. അല്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം തോന്നിയിട്ടുണ്ടോ UPSCക്ക് പഠിക്കേണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ എന്താ പറയുക, ഒരു ഹോം സിക്നെസ് പോലെ നമുക്ക് നാട്ടിൽ തന്നെ എന്നുള്ള, ഞാനിപ്പോൾ എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിലത്തെ പറമ്പ് വാങ്ങിയിട്ടാണ് വീടെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അന്നേ. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ജോലി ഒന്നുമില്ല, ഒരു സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ സർക്കാർ ജോലി, അത് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അച്ഛനെ അമ്മേനെ നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫാമിലി ആയിട്ട് എപ്പോഴും കണ്ടോണ്ടിരിക്കണം. എപ്പോഴും കണ്ടോണ്ടിരിക്കണം എന്നല്ല, അങ്ങനെയൊന്നല്ല, നമ്മളങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവരുടെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം, അതിന്റെ പുറത്ത് തന്നെ ഒരു ചെറിയ ജോലി വേണമെന്നല്ലേ. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊക്കെ UPSC CGL ഒക്കെ അതിന്റെ കൂടെ എഴുതിയെന്നല്ലാതെ, പ്രിലിംസ് ക്ലിയർ ചെയ്തെന്നല്ലാതെ അതിന്റെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഒന്നുമില്ലായിരുന്നു. ഓക്കെ സാർ, ആദ്യമായിട്ട് ഇടപെട്ട് സാറിന് ഇത് വന്ന റാങ്ക് ലിസ്റ്റ് വന്നത് ഇതല്ലേ, നമ്മുടെ ഈ പറഞ്ഞ വില്ലേജ് മാനാണ് ആദ്യം റാങ്ക് ലിസ്റ്റ്. ആദ്യമായിട്ട് സാറിന് അഡ്വൈസ് വന്ന ഏതാ? അഡ്വൈസ് വന്ന വില്ലേജ് മാനല്ല, അതിനിടയിൽ മറ്റു പല പരീക്ഷകളുടെ ലിസ്റ്റിൽ വന്നു. ഞാൻ അഭിമാനത്തോടെ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സഭയ്ക്ക് അറിയായിരിക്കും അല്ലേ, 22-ാം വയസ്സിൽ സർക്കാർ ജോലി ചെയ്യാൻ കയറുന്ന സമയത്ത് അതിൽ കൂടുതൽ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഡയലോഗ് ഞാൻ എപ്പോഴും പിള്ളേരോട് പറയുന്നതാണ്. അവരും അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അഭിമാനത്തോടെ പറയുന്നതാണ്. അഹങ്കാരമൊന്നുമല്ല, അഭിമാനമാണ്. ചില ആളുകൾ അഹങ്കാരമാണൊക്കെ തെറ്റിദ്ധരിക്കും, കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് നേടി വിജയിച്ചൊരാൾക്ക് ഈ അഭിമാനം എന്താണെന്ന് അറിയുള്ളൂ. അല്ലാത്തവനത് കേൾക്കുമ്പോൾ അഹങ്കാരമായിട്ട് തോന്നുള്ളൂ. കാരണം ഇതെന്താണ് അഭിമാനം എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അവരിങ്ങനെയുള്ള എന്ത് പറയുന്നാരോ അഹങ്കാരമായിട്ടേ തോന്നുള്ളൂ. അപ്പൊ അവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ആദ്യമായിട്ട് വരുന്നത് അഡ്വൈസ് വരുന്നത് LGS ആണ്, സിവിൽ കോർട്ടിൽ LGS. കുറെ ലിസ്റ്റിലുണ്ട്, ഇതൊക്കെ അഡ്വൈസ് ആവുന്ന വിചാരത്തിലായി. 2008 അഡ്വൈസ് ആവേണ്ടിയായിരുന്നു എനിക്ക്. അന്നെന്തോ സംഭരണ ഇഷ്യൂ അങ്ങനെ ആയിട്ട് നേരിട്ട് പോയിട്ടാണ് കുറച്ച് 2009 തുടക്കത്തിലാണ് അഡ്വൈസ് ആവുന്നത്. അപ്പൊ LGS ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ PSC ക്ലാസ്സിലേക്ക് ഇറങ്ങി. ലിസ്റ്റിലൊക്കെ വന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിലൊരു, ഞാൻ പറഞ്ഞ പ്രതിഭ കോളേജ് ഉണ്ടല്ലോ, ട്യൂഷൻ സെന്റർ, അവിടെ നമ്മൾ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു PSC കോച്ചിങ് തുടങ്ങാന്ന് വിചാരിച്ചു. ഫ്രീ ആയിട്ട് 2 ദിവസത്തെ ഒരു ക്ലാസ് വെച്ചു. അങ്ങനെ ക്ലാസ് വെച്ച് ആ സമയത്തുള്ള ഏതെങ്കിലും 2 അധ്യാപകർ പിടിക്കണം. അങ്ങനെ 2 അധ്യാപകരെ തപ്പിയെടുത്തു. അവരുടെ ആ 2 ദിവസം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അവരെ കൂട്ടാൻ പോയതൊക്കെ ഞാൻ തന്നെയാണ്, കാരണം ഞാൻ കുറെ ലിസ്റ്റിലൊക്കെ വന്നല്ലോ, റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൂട്ടി ക്ലാസ് എടുപ്പിച്ചു. കഴിഞ്ഞ് ഇവരൊക്കെ പരിചയപ്പെടുമല്ലോ നമ്മൾ. അപ്പോൾ ഇവരെ പരിചയപ്പെടുന്ന സമയത്താണ് അറിയുന്നത് ഇവർ നമ്മളത്രയും റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടില്ല. അതായത് ഒരാൾ റാങ്ക് ലിസ്റ്റിലുണ്ട്, സപ്ലൈ ലിസ്റ്റിലൊക്കെയാണ്. ഒരാളുള്ളത് LDCയിൽ 400-600 ആണ്. എന്റെ റാങ്ക് എനിക്ക് തോന്നുന്നു 28 അങ്ങനെയിട്ടാണ് എന്റെ റാങ്ക്, 28 അല്ലെങ്കിൽ 82 അങ്ങോട്ടും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെയിട്ടാണ് റാങ്കാണ് ആ ഒരു LDC പരീക്ഷ എനിക്കുള്ളത്. അപ്പാണ് എനിക്കൊരു മോട്ടിവേഷൻ വരുന്നത്. ശരി, അപ്പം PSC ക്ലാസ് എടുക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ ലിസ്റ്റ് വന്നാൽ നമ്മളെ കൊണ്ടാവില്ലേ, ക്ലാസ് എടുക്കാനുള്ള ടീച്ചിങ് എബിലിറ്റി ഉണ്ട്, അപ്പൊ എന്നെ കൊണ്ടാവില്ലേ ചിന്തിച്ചു ഞാൻ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ശരി സാർ ഇത്രയും ലിസ്റ്റിൽ ഉണ്ടല്ലേ, സാറെന്നല്ല നമ്മളന്നേരം അങ്ങനെയല്ലല്ലോ, മാഷ് എന്നുള്ള രീതിയിൽ, അവിടുത്തെ മാഷ് എന്നുള്ള രീതിയിൽ മാഷ് ഇത്ര ലിസ്റ്റിലൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ക്ലാസ് എടുത്തോടെയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് മുഖേനയാണ് ഈ ടീച്ചിങ് ഫീൽഡിൽ PSC ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. 2008 അതിന്റെ തുടക്കം. ഓക്കെ, ഞാൻ അതിനകത്ത് ഇടയ്ക്കൊരു ചോദ്യം സാറിനോട് ചോദിക്കണേ കുറേ ആയിട്ട് വിചാരിച്ചോണ്ടിരിക്കുക. സാറിപ്പം പറഞ്ഞല്ലോ നേരത്തെ സാറിൻ്റെ ജ്യേഷ്ഠനാണ് ഇതിലേക്കൊരു പാത കാണിച്ചെന്ന് പറഞ്ഞു, മുത്തമേടവൻ. അപ്പോൾ അവിടെ സാർ ഇത് എങ്ങനെ പഠിക്കണം, ഇത് എങ്ങനെ പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ളത് പറഞ്ഞാലും ഉണ്ടായിരുന്നു. അപ്പോൾ സാർ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയില്ല? അങ്ങനെ ഒരു ഗൈഡൻസ് ഒന്നുമല്ല. പ്രതീക്ഷയായിട്ട് ഇങ്ങനെ എപ്പോഴും പറയും, നീ ജോലി നോക്കണം, പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ പറയുന്നല്ലാതെ അങ്ങനെയൊക്കെ പറയും.
പിന്നെ ബാക്കിയുള്ള ചിന്തകൾ എൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ തൊഴിൽ പ്രസിദ്ധീകരണം നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു തൊഴിൽ പ്രസിദ്ധീകരണം കൃത്യമായിട്ട് വാങ്ങാറുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അത് എല്ലാ ആഴ്ചയും വരുന്ന സാധനം ഞാൻ തിങ്കളാഴ്ച അത് വരുന്ന കാത്തിരിക്കും. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ചില ആഴ്ചകളിൽ ഞാൻ തിങ്കളാഴ്ച തന്നെ തീർത്ത ചരിത്രമുണ്ട്. അതായത് ഹരിശ്രീ ഉണ്ടാവും, തൊഴിൽ വാർത്ത ഇതുണ്ടാവും, പ്രസിദ്ധീകരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലൊക്കെയുള്ള GK കാര്യങ്ങളും മാത്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തിങ്കളാഴ്ച തന്നെ ചെയ്ത് തീർത്ത ചരിത്രമുണ്ട് എനിക്ക്. കാരണം നമ്മളൊരു ആവേശമാണ്, ഇത് തീർക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അല്ലാതെയുള്ള ബുക്കുകളൊക്കെ വളരെ കുറവാണ് നമ്മൾ അന്ന് വായിക്കുന്നത്. അന്നൊക്കെ ഇറക്കുന്ന വളരെ അപൂർവം ബുക്കുകളേ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ആ ഒരു ജേണി എടുത്തു ആലോചിക്കുമ്പോൾ സമയത്ത് എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സാധനമാണ് ഈ സജേഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവന്റെ അച്ഛൻ സർക്കാർ ജോലിക്കാരനാണ്. അപ്പൊ അവനെ പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ കൊണ്ട് ബുക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവൻ ബുക്ക് വാങ്ങി അവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഞാനിതെങ്ങനെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കണ്ടെത്തി പഠിക്കാനുള്ള ത്വരയാണല്ലോ. അപ്പൊ ഇവൻ വാങ്ങി വെച്ച ബുക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഫുള്ള് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് തീർത്തിട്ട് ഞാൻ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ആ പുസ്തകം, കാരണം അതാണ് കിട്ടിയ ഒരു സാധനം മെറ്റീരിയൽ കിട്ടിയ ഞാൻ മാക്സിമം അതിലെ 3 ആഴ്ച കൊണ്ട് തീർക്കായിരുന്നു. അന്നത്തെ പുസ്തകങ്ങളല്ലേ, അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ 3 വോളിയൊന്നും ഇല്ലല്ലോ, ഒറ്റ വോളിയോ ബുക്കല്ലേ ഉള്ളൂ. മത്സരം അന്നും ഉണ്ട്. കാരണം ഒരേ ആളുകൾ മത്സരിക്കുന്നു, ഒരേ ബുദ്ധി നിലവാരം, ഒരേ മത്സരം, പരീക്ഷ, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാവർക്കും മത്സരം എന്നും ഒരേപോലെ തന്നെയാണ്. പിന്നെ പരീക്ഷയുടെ രീതികളും കാര്യങ്ങളും പാറ്റേണുകളും ഒക്കെയാണ് മാറ്റം വരുന്നത്. അപ്പൊ അന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, എനിക്ക് തോന്നുന്ന 3 ആഴ്ച എടുത്തിട്ടുള്ളൂ. ആ സമയം കൊണ്ട് ഫുൾ അടിവരായിട്ട് വായിച്ചു തീർത്തു. അവൻ ആ പുസ്തകം കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അവൻ വാങ്ങി വെച്ചതല്ലാണ്ട് അവൻ തൊട്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഞാനിത് വായിച്ചു കഴിയുമ്പോൾ ഇത്രയാവില്ല നമ്മൾ അടിവരായിട്ട് വായിക്കും. എന്നിട്ട് പിന്നെ അവന് തിരിച്ചു കൊടുത്തു. സർക്കാർ ജോലി ആയിട്ടില്ല. ഇല്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടം. പക്ഷെ ഓനെ സാമ്പത്തികമായിട്ട് ഓക്കെയാണ്, സെറ്റിൽഡ് ആണ്, ഗൾഫിലൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ അവനെ മോട്ടിവേറ്റ് ഏത് കാലം ശ്രമിക്കുന്ന. പക്ഷെ അവന് നിൽക്കില്ല. സഭയ്ക്ക് പരിചയമുണ്ടോ, നമ്മള് ഇവിടത്തേക്ക് ഇന്റർവ്യൂ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈൻ ഫീൽഡ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഓക്കെ പുറത്ത് നന്നായിട്ട് ക്ലാസ്സൊക്കെ എടുത്ത് പോകുന്ന ആളാണ്. ഇപ്പോൾ ഫീൽഡിൽ ഓക്കെയാണ്. അതുകൊണ്ട് ജോലി വേണമെന്നുള്ള ചിന്തയൊന്നുമില്ല. മൊത്തം സാർ ഇപ്പം എത്ര റാങ്കിൽസ് വന്നിട്ടുണ്ടായിരുന്നു? എൻ്റെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ 2006 മുതൽ തുടക്കം, 2009 ജോലിക്ക് കയറുന്നു. അതിനിടയിൽ എഴുതിയ പരീക്ഷകൾ, പിന്നെ അതിന് കയറിയതിന് ശേഷം പല കാലഘട്ടത്തിൽ എഴുതിയ പരീക്ഷകൾ, അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മുടെ KSന്റെ ആ പ്രിലിംസ് അടക്കം ഒരു 31 റാങ്ക് ലിസ്റ്റുകളിൽ ആണ് വന്നിട്ടുള്ളത്, മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ആ 31ഓളം റാങ്ക് ലിസ്റ്റുകൾ വന്നതാണ്. പലരും അത് കേൾക്കുമ്പോൾ വിചാരിക്കുന്ന സാറിന് ആകെ ഒരു ജോലിയിൽ ചെയ്യാൻ പറ്റും, പിന്നെ എന്തിനാ ഇത്ര എഴുതിയിട്ട് 31 വന്നത്, വെറുതെ പൊങ്ങച്ചം പറയാമെന്ന് വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല സംഭവം. അത് പലരും കുറ്റം പറയുന്നുണ്ടാവും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ്, അത് അങ്ങനെയല്ല സംഭവം. പല കാലഘട്ടത്തിൽ നമ്മൾ എഴുതുന്ന പരീക്ഷകളാണിത്. നമ്മൾ ഒന്നും കിട്ടി അതിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ചെയ്തു അല്ലേ. പിന്നെ ഒരുമിച്ച് തന്നെയായിരിക്കും പല റിക്രൂട്ട്മെന്റുകളും വരിക. ഒന്നിന് വിളിച്ചിട്ടുണ്ടാവും, മറ്റേനെ വിളിച്ചിട്ടുണ്ടാവും, വേറെ പരീക്ഷകളും എഴുതും. ഞാനത് പറയുന്നത് ഉദ്യോഗാർത്ഥിയോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യത, ഇവരൊക്കെ വിചാരിക്കുന്ന ഒരു ജോലിയിൽ കിട്ടുന്നു, അതിനു വേണ്ടി പഠിക്കാം, അത് എഴുതാം, അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും നോക്കാം. അതാണ് ആ മൈൻഡല്ല വേണ്ടി നമുക്ക്. ഇതിന് ഇറങ്ങിത്തിരിക്കുന്ന കാലഘട്ടം ഏത് പരീക്ഷയാലും വേണ്ടിയില്ല, അതിനൊക്കെ തയ്യാറെടുക്കുക, അതിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വരിക, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ. അങ്ങനെ സാറ് നേരത്തെ പറഞ്ഞ LGS തുടങ്ങി, സാർ പിന്നെ എന്തിലേക്കാണ് ലാസ്റ്റ്? ഞാൻ LGS ഞാൻ പറഞ്ഞില്ലേ 15 ദിവസമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ഭയങ്കരമായിട്ട് ഫീൽഡിൽ കത്തി നിൽക്കുന്ന സമയമാണ്. BSc കോച്ചിങ് തുടങ്ങി, ക്ലാസ് എടുക്കാൻ തുടങ്ങി, പോപ്പുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊന്നും ഇല്ല. നമ്മള് കോഴിക്കോട് ജില്ലയിലെ നമുക്ക് അന്നേരം അറിയുള്ളൂ. പിന്നീടാണ് ഞാൻ കോഴിക്കോട്, കണ്ണൂർ, വയനാടിന്റെ കുറച്ച് സ്ഥാപനങ്ങളിലും ക്ലാസ് ഒക്കെ 3 ജില്ലകളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ആ ടൈമിൽ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മറ്റു ജില്ലകളിലൊക്കെ നമ്മൾ പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മാത്രം ഒതുങ്ങുന്നതാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കുറെ PSc ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം. അവിടെ എല്ലാ മെയിൻ സെന്ററുകളിലും ഒരുവിധ എല്ലാ സെന്ററുകളിലും പോയിട്ടുണ്ട്. അതേപോലെ കണ്ണൂർ BEd ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കണ്ണൂർ അവിടെ ഒരുവിധ എല്ലാ സെന്ററുകളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. BEdന്റെ സമയത്ത് തന്നെ ഞാൻ പകുതി ക്ലാസ്സിന് പോയിട്ടുള്ളൂ. പകുതി ദിവസങ്ങൾ ഞാൻ മുങ്ങിയിട്ട് ക്ലാസ് എടുക്കാൻ പോകും. കാരണം സാമ്പത്തികമായിട്ട് പ്രശ്നം അതാണ്. ഞാൻ പലപ്പോഴും സബീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. 2008 BEd ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടൂർ ഞാൻ പോകുന്നത്. അതിന് മുമ്പൊക്കെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഊട്ടിയിൽ പോകും, മറ്റെടുത്ത് പോകും. ഊട്ടിയൊക്കെ കാണാത്ത ഞാൻ ഇന്ന് വരെ ഊട്ടി കണ്ടിട്ടില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. അസനഗുടി പോയാലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൂർ പോകുന്ന സ്ഥലമല്ലേ അത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടൂർ അത് 2008 BEdനാണ്. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് BEdും ചെയ്ത് സ്വന്തമായിട്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് BEdന്റെ എക്സാം വരുന്നത്. അന്ന് ഇതാണ് എൻട്രൻസ് എക്സാം വന്നു ആദ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു ലെവലിലുള്ളത് കൊണ്ട് എൻട്രൻസ് എഴുതിയിട്ടല്ല ടോപ്പ് റാങ്കും കിട്ടി, BEdന് അങ്ങനെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ നമ്മളെ സ്വന്തം ചിലവിൽ തന്നെ BEdും പൂർത്തിയാക്കി. അതേപോലെ തന്നെ ആദ്യ ടൂറും സ്വന്തം പൈസ കൊണ്ടാണ്. കാരണം അച്ഛനോട് ടൂറിന് പറയാനുള്ള തോന്നലുണ്ടാവില്ല. നമ്മളെ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ ടൂർ പോകുന്ന കേൾക്കും. ആദ്യത്തെ തവണ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ്റെ സ്ഥിതി ഇതാണ്, അച്ഛന് വിടാനാവില്ല ആളെ നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ടൂറിന് പോകുന്ന കാര്യമൊന്നും വീട്ടിലൊന്നും പറയാറുമില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്നൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്തകളേ ഇല്ലായിരുന്നു. പിന്നെ ആദ്യമായിട്ട് BEdന്റെ ടൂർ സ്വന്തം പൈസയ്ക്ക് പോയത്
അത് ഡൽഹി നല്ല വലിയ ടൂർ തന്നെ പോയി. അതിന്റെ അനുഭവം ഞാൻ അന്ന് പ്രദീപ് സാറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പ്രദീപ് സാറ് 24 മണിക്കൂർ ക്ലാസ് എടുത്ത സമയത്തേ ഞാൻ ആദ്യമായിട്ട് ഒരു അന്ന് എനിക്ക് തോന്നുന്നു 9.5 മണിക്കൂർ ഇട്ടാൻ കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് അന്ന് ടൂറിന് പോയത്. PSC ക്ലാസ് എടുത്തിട്ട് ഞാൻ അഡ്വാൻസ് ഒക്കെ അങ്ങനെ ക്ലാസ് എടുത്തിട്ടൊക്കെയാണ് ആ ടൂർ ഫസ്റ്റ് ടൂർ എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഇനി സാറ് ഇടയ്ക്ക് പറഞ്ഞു വന്നത് LGS കിട്ടി. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ അഡ്വൈസ് വരാൻ തുടങ്ങി, പലതിലും വന്നു. മെയിൽ വാർഡും വന്നു, അസിസ്റ്റന്റ് ഹൈ കീപ്പർ വന്നു, LDC വന്നു, VEO വന്നു. അതിനിടയിൽ മറ്റേ കണ്ടക്ടർ എനിക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ കേരളത്തിൽ 1ാമത്തെ റാങ്ക് ആയിരുന്നു. പക്ഷെ റാങ്ക് അടിസ്ഥാനത്തിൽ അത്ര 90 ഇട്ടാനായിരുന്നു. കാരണം ഇഷ്ടംപോലെ ആളുകൾ എല്ലാവരും പ്രായം കൂടുതലനുസരിച്ചും മുന്നിൽ പോകും. അങ്ങനെ മുന്നിൽ പോകുമല്ലോ. ഒരേ മാർക്ക് വരുമ്പോൾ പ്രായം കൂടിയ ആളുകളായിരിക്കും മുന്നിലുണ്ടാവും. അപ്പം ഞാൻ പ്രായം കുറവാണെന്ന് 21-20 കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. തീർത്തും 22 ജോലി കയറിയല്ലോ. അതുകൊണ്ട് എത്രയാണ് 90 റാങ്ക് ഇട്ടാനായിരുന്നു. പക്ഷെ മാർക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള പല ലിസ്റ്റുകൾ. പിന്നെ അസിസ്റ്റന്റ് ഹൈ കീപ്പർ 2ാം റാങ്കാണ് എൻ്റെ ഓർമ്മ. പിന്നെ VEO 8, അങ്ങനെയുള്ള കുറേ ആദ്യ 10 റാങ്കിനുള്ളിൽ തന്നെ കുറേ റാങ്കുകൾ കിട്ടി. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് KSFE, അങ്ങനെയുള്ള മറ്റേ ഇതുണ്ടല്ലോ PSC ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അതിൻ്റെ അസിസ്റ്റന്റ് ഗ്രേഡ്. പിന്നെ BDOൻ്റെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. BDOൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തു. മെയിൻസ് ആ സമയത്ത് ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഇന്നത്തെ പോലെയല്ല, അന്ന് ഡിസ്ക്രിപ്റ്റീവ് എന്നെ കൊണ്ട് നടക്കൂല എന്നുള്ള ചിന്ത എനിക്ക്. പക്ഷേ പരീക്ഷ എഴുതി. പക്ഷെ ഞാൻ സപ്ലൈ ലിസ്റ്റിൽ വന്നു. മെയിൻസ് പരീക്ഷ എഴുതി സപ്ലൈ ലിസ്റ്റിൽ വന്നു. എന്തെങ്ങനെയാ വന്നത് എനിക്കറിയില്ല. കാരണം മെയിൻസിന് വേണ്ടി പഠിക്കാനുള്ള പരിപാടി എനിക്കറിയില്ല. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്നുള്ള സാധനമേ എനിക്ക് അങ്ങനെ ഒരു പരിശീലനം ഇല്ല. സപ്ലൈയിൽ വന്നു, പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെ ഇതിനിടയിൽ പിന്നെ രണ്ടാമത് ഞാൻ LDCയിൽ ഞാൻ 1 വർഷം ജോലി ചെയ്തു കോടതിയിൽ. ഞാൻ ആ LGS കിട്ടിയത് സിവിൽ കോടതിയായിരുന്നു. അപ്പോൾ കോടതി കിട്ടല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കാരണം പുറത്ത് നല്ല ലെവലിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അത്രയും സമയത്താണ് കോടതിയിൽ ലാസ്റ്റ് ഗ്രേഡ് കിട്ടിയത്. നമ്മൾ നാട്ടിൽ നിന്ന് കുറവാക്കലൊക്കെ ഇത്രയും കാലം ജോലി ഇല്ലാത്തതിന്റെ കുറവാക്കല്, ജോലി കിട്ടിയപ്പോൾ അതിനും കുറവ്. കാരണം എന്താ, ഈ സിവിൽ കോർട്ടിലെ LGSന്റെ പ്രത്യേകതയുണ്ട്. അവിടുത്തെ മജിസ്ട്രേറ്റ് ഉണ്ടാവുമല്ലോ, ആ മജിസ്ട്രേറ്റിന്റെ സ്വഭാവം ഇരിക്കും നമ്മളെ ജോലി. നമ്മൾ ഇയാൾക്ക് മീമായി കൊണ്ടു കൊടുക്കണം. ആരും ഡിമോട്ടിവേറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ആരും ഇപ്പൊ സ്ഥിതിയൊക്കെ മാറിയിട്ടോ. അത് 2009 കാലഘട്ടത്തിൽ സ്ഥിതിയാണ്. മജിസ്ട്രേറ്റിന് മീമായി കൊണ്ടു കൊടുക്കണം, ചായ വാങ്ങി കൊണ്ടു കൊടുക്കണം. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടി ഇതെങ്ങനെ നിൽക്കുന്നില്ല. വേറെ ചങ്ങായി ഉണ്ട്, ഒരു ഫറൂഖിലുള്ളൊരു ആളുടെ ഉണ്ടായിരുന്നു. അപ്പൊ പേരിനോട് വിട്ടു, പ്രവീണോ അങ്ങനത്താണ് പേര്, 2 പേരാ. അപ്പോൾ മൂപ്പര് അങ്ങ് ദൂരോട്ടാണല്ലോ. അപ്പോൾ നാട്ടിൽ മൂപ്പര് കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പര് എന്തെങ്കിലും ചായ വാങ്ങാനൊക്കെ മൂപ്പര് പോകും. ഞാൻ അവിടെ ഓഫീസിലുള്ള പണി അങ്ങനെ നോക്കി. അങ്ങനെ 15 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും LDC അഡ്വൈസ് ആയി. LDC അഡ്വൈസ് ആണെങ്കിൽ അതിനേക്കാളും അതും കോടതി തന്നെ. ഇത് സിവിൽ കോർട്ടല്ലേ, കോടതിയെ വരലെ അഡ്വൈസ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അതായിരുന്ന എൻ്റെ ക്രിമിനൽ കോർട്ടല്ലേ. അടിപൊളി. പക്ഷെ അവിടെ ഏറ്റവും അവിടെ വലിയ പ്രശ്നമല്ല. അവിടെ മൊബൈൽ കോർട്ടിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോൾ അതൊക്കെ രസമുള്ള പരിപാടിയാണ്. ബസ്സൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പോയിട്ട് രസമുള്ള പരിപാടിയാണ്. മൊബൈൽ കോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 1 വർഷത്തോളം അവിടെ പല കോടതിയിൽ JSM 1, 4 ആയിട്ട് വർക്ക് ചെയ്തു. അതിനിടയിൽ വേറെ പല അഡ്വൈസുകൾ വന്നു, അതൊക്കെ ഒഴിവാക്കി. പിന്നെ 2010 VEO അഡ്വൈസായി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതെൻ്റെ ഒരു ഡ്രീം ജോബായിരുന്നു. കാരണം നമുക്ക് നാട്ടിൽ തന്നെ കിട്ടും, ഫീൽഡ് ഉണ്ട്, രസമാണ്, നമുക്ക് ഫ്രീ ആണ്, എല്ലാം ഒരേ ജോലി, മടുപ്പില്ല. അതായത് ഇപ്പോൾ ഒരേ ഓഫീസിൽ ഇരുന്ന് 10 to 5 ഒരേ പണി എടുത്തിട്ട് വരുന്നതിൻ്റെ ആ ഒരു മടുപ്പ് കിട്ടില്ല. നമുക്ക് ഫീൽഡിൽ പോകാൻ കാര്യങ്ങൾ ചെയ്യാം, നല്ല രസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. ട്രെയിനിങ് ഉണ്ടാവും, പലതരം മറ്റു കാര്യങ്ങൾ, അങ്ങനെ പല സാധനങ്ങൾ വരും. പിന്നെ 2010 2012 തന്നെ 2 വർഷം കൊണ്ട് എനിക്ക് അതിൽ ഫസ്റ്റ് പ്രൊമോഷനും കിട്ടി. സർക്കാർ ജോലിയിൽ ആദ്യ പ്രൊമോഷനാണ് സാലറിയിൽ ഏറ്റവും വലിയ ഹൈക്ക് ഉണ്ടാവുക. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ ഹൈക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2012 തന്നെ ഫസ്റ്റ് പ്രൊമോഷനും കിട്ടി. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താൽ മറ്റ് പല പോസ്റ്റ് ഭയങ്കര വിഡിത്തങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒക്കെ പ്രതീക്ഷ ഇടന്നൊക്കെ എന്നെ നല്ലോണം തെറി വിളിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് പോയിപ്പെടാനോ പറഞ്ഞത്. കാരണം ഞാൻ ഇതിലുള്ള സുഖം കൊണ്ട് ഞാൻ പല പോസ്റ്റുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. UPSC എനിക്ക് മഞ്ചേരി വണ്ടൂർ ആയിരുന്നു കിട്ടിയത്, അത് വേണ്ടാന്ന് വെച്ചു. UPSC സ്കൂൾ അസിസ്റ്റന്റിന്റെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് നമ്മളെ ഇതുണ്ടല്ലോ PSC ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സെക്രട്ടേറിയറ്റ്, അതിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് വേണ്ടാന്ന് വെച്ചു. KSFE അവിടെ അന്ന് അഡ്വൈസ് ആയ ആളുകളൊക്കെ ഇന്ന് മാനേജറായി, KSFE ബ്രാഞ്ച് മാനേജർമാരായി അന്ന് എൻ്റെ കൂടെ അഡ്വൈസ് ആയ ആളുകളൊക്കെ. അതൊക്കെ വേണ്ട വെച്ചാൽ അതൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൂടെ കയറിപ്പോയില്ലേ. ആ സങ്കടങ്ങളൊക്കെ പിന്നീട് വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ നമ്മൾക്ക് ഏത് മേഖലയിലാണോ ശോഭിക്കാൻ കഴിയുക അത് തിരിച്ചറിയുക, അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുക, നിശബ്ദമായിട്ട് വർക്ക് ചെയ്യുക, പ്രതിഫലം നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ്. അതിനിടയിൽ വരുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് അവഗണിച്ച് വെക്കുക, നമ്മൾ നിശബ്ദമായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ്. പല അവഗണന വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സർക്കാർ ജോലി നേടിയതിനു ശേഷം തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും പറയാ 0 തുടങ്ങിയെന്നാ. ഞാൻ നെഗറ്റീവ് എന്നാണ് തുടങ്ങിയത്. നെഗറ്റീവ് തുടങ്ങിയിട്ട് സർക്കാർ ജോലി കിട്ടി വർഷങ്ങൾ കൊണ്ട് 0 ആയതാ. എങ്ങനെ നെഗറ്റീവ് നിന്ന് കയറ്റി കൊണ്ട് സർക്കാർ ജോലി കിട്ടിയ ശേഷം പല കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്ത് 0ലേക്ക് എത്തി 1, 2, 3, 4 പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരികയാണ്. ഞാൻ സാറിന് ചോദിക്കായിരുന്ന അടുത്തൊരു ചോദ്യമാണ്, അതായത് സർക്കാർ ജോലി കൊണ്ട് സാറിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം എന്താ?
സർക്കാർ ജോലി കൊണ്ടുള്ള മാറ്റങ്ങളാണ് എല്ലാ മാറ്റവും. എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെയുണ്ടോ, ഞാൻ ഇന്ന് വലിയ സംഭവമൊന്നുമല്ല, ആരും ഒരു എന്താ പറയുക, ആരും ജീവിതത്തിൽ വിജയിച്ചു വലിയ ആളായി ഒന്നും പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർന്ന് അല്ലേ. ഇപ്പോൾ PSC 31 ലിസ്റ്റിൽ വരുന്ന ഞാൻ എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഒരു UPSC ആസ്പിരൻസ് നമ്മളെ കൂടെ വന്നിരുന്നിട്ട് ആ UPSC-കാരൻ ഇപ്പോൾ സിവിൽ സർവീസ് നേടിയ ഒരാളാണെങ്കിൽ ഞാൻ അവിടെ ഔട്ടായി അല്ലേ. അയാൾ മുകളിലല്ലേ UPSC, അയാൾ 100ാം റാങ്കാണ്, വേറെ എടുത്തിട്ട് വരുന്ന 1ാം റാങ്ക്, അവന്റെ തട്ടുതാണോ? അത്രേ ഉള്ളൂ. എല്ലാം എന്താണ് കമ്പാരിറ്റീവ്ലിയാണ് കാര്യങ്ങൾ, ആപേക്ഷികമാണ്. നമ്മൾ ആരും ഒന്നും വലിയ ആളാവുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും കാണുന്നുള്ള ചിന്തകൾ ഉണ്ടാവും. അതിലേക്ക് നമ്മളിങ്ങനെ എത്തുമ്പോൾ ഓരോ നേട്ടങ്ങളും നമ്മൾ അഭിമാനത്തോടെ പറയാം. ചെറുതും വലുതായിട്ടുള്ള നേട്ടങ്ങൾ അഭിമാനത്തോടെ പറയാൻ നമ്മൾ ശീലിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആളുകൾ എന്ത് വിചാരിക്കും, അയ്യേ ഞാൻ എന്ത് ഈ ഒരു ചെറിയ നേട്ടം കിട്ടിയത് വലിയ കാര്യത്തോടെ പറയുമ്പോൾ അത് നാണക്കേടല്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണ്. നമ്മൾ എവിടെ എത്തൂല. നമ്മൾ നേടിയ നേട്ടം നമുക്കെങ്കിലും അറ്റ്ലീസ്റ്റ് വലുതായിരിക്കണം, അഭിമാനത്തോടെ നമ്മൾ വിളിച്ചു പറയണം. അങ്ങനെ ശീലിച്ചാൽ നമുക്ക് മുന്നോട്ടേക്കും അങ്ങനെയുള്ള പലതും നേടിയെടുക്കാൻ പറ്റുള്ളൂ. ചോദിച്ചത് സർക്കാർ ജോലിയുടെ സർക്കാർ ജോലിയാണ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ മാറ്റത്തിനും കാരണം ഇന്നിപ്പോൾ പലരും വിചാരിക്കും, എന്നിട്ടിപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ മനസ്സിലേക്ക് വരിക, എന്നിട്ടിപ്പോൾ സാറ് സർക്കാർ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ പ്രൈവറ്റ് ജോലിയിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് ഞാൻ സർക്കാർ ജോലി നേടിക്കൊണ്ട്. അതല്ലേ ഇപ്പൊ സബി എന്നെ പെൻട്രിയിലേക്ക് വിളിക്കുന്ന സമയത്ത് സബി കണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന്, റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്, ജോലി നേടിയിട്ടുണ്ട്. ജോലി നേടിയ ഒരാൾ ജോലി നേടാൻ വേണ്ടി ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കാൻ വരുമ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും എന്നുള്ള ചിന്തയായിരിക്കില്ലേ. അതായിരിക്കില്ല എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥാനം. ഞാൻ പ്രദീപ് സാറൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഞാനതാണ് എപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്നത്, നമ്മൾ വേറൊരു ഫീൽഡാണ് നിങ്ങളുടെ പാഷൻ വിചാരിക്കുക, പക്ഷെ അവിടെയും നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും ഈ സാധനം ഉണ്ടെങ്കിൽ. ഇവർ സർക്കാർ ജോലി നേടിയതിനു ശേഷം ഒരു പ്രൈവറ്റ് മേഖലയിലേക്ക് കടക്കുന്നതും അല്ലാതെ കടക്കുന്നതും വ്യത്യാസമുണ്ട്. അവിടെ കിട്ടുന്ന അംഗീകാരം, അവിടെ കിട്ടുന്ന സാലറി, അവിടെ കിട്ടുന്ന സ്റ്റാറ്റസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട് ഇല്ലേ. സ്വാഭാവികമാണത്. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് സർക്കാർ ജോലി നോക്കി കാണുന്നത്. കാരണം അവരൊക്കെ കുടുംബത്തിലും ചുറ്റുപാടിലൊക്കെ ഇതിന് നേടാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അത് നേടിയവരോട് സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയുക, അവൻ നേടി, അവർ കഴിവിലൊരു നമ്മളോട് ചെറിയൊരു ബഹുമാനം ഉള്ളിലെങ്കിലും ഉണ്ടാവും. പുറത്ത് കാണിക്കുന്നില്ല പോട്ടെ, ഉള്ളിലെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഫീൽഡിലേക്ക് എത്തുമ്പോഴും നമുക്ക് അവിടെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടും. ഞാൻ സഭയിലോട് എന്നെ എത്ര സാറേ, അതുപോലെ തന്നെ ഈ സർക്കാർ ജോലി കൊണ്ട് സാറിന്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടോ സാറിന്റെ? അതെ, ഞാൻ പറഞ്ഞില്ലേ കല്ലെറിഞ്ഞവർ അല്ലെ, ഞാൻ പിള്ളേരോട് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, കല്ലെറിഞ്ഞവരെ കൊണ്ട് കട്ടൗട്ട് വെപ്പിക്കുന്ന കട്ട ഹീറോയിസം എന്നുള്ള ആ സംഭവം. എന്റെ കട്ടൗട്ട് ഒന്നും ആരും വെച്ചിട്ടില്ല, കാരണം ഫ്ലെക്സ് ഒന്നും വെക്കുന്ന ആ ഒരു കാലഘട്ടം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്താ ഡിസ്റ്റിങ്ഷൻ വാങ്ങി ഞാൻ ജയിച്ച സമയത്ത് ഞാൻ വിചാരിച്ച നാട്ടിൽ മുഴുവൻ എൻ്റെ അനുമോദന യോഗമായിരിക്കും. മറ്റേ ഒരു എന്താ പറയാ പണ്ടത്തെ ഇതില്ലേ ഫ്ലെക്സിന് പകരമുള്ള അതുണ്ടാവും ഇതുണ്ടാവും. എവിടെ ആരുമില്ല. എനിക്കൊരു സ്കൂളിൽ നിന്ന് കിട്ടിയ അനുമോദന യോഗ അല്ലാതെ ഒരാൾ പോലും എന്നെ അംഗീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതെനിക്കൊരു ബാധ്യത പോലെ ആയി മാറിയത്. ശരിക്ക് നാട്ടെ ശിവാനന്ദൻ്റെ ഓട്ടോ ഡ്രൈവറെ മോനോ ബാക്കിയെല്ലാം അതിലുള്ള മാഷന്മാർ മറ്റവരൊക്കെ മക്കളാണ്. സ്കൂളിൽ തന്നെ മാഷന്മാരുടെ മക്കൾ, അല്ലെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ആളുകളുടെ മക്കള്. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു ബാധ്യത പോലെയായിരുന്നു. കാരണം പലർക്കും നമ്മളോടൊരു ദേഷ്യം പോലും, എന്തിനാണെന്നറിയില്ല, ഇവനെന്ത് വലിയ പഠിപ്പുകാരൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. നമ്മൾ +2 പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഞാനന്ന് നേരത്തെ പറഞ്ഞില്ല, ആ ഒരു വാചകനോട് ചോദിച്ച ആളെ മനസ്സിലും അതായിരിക്കും. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളാ എന്ത് ആവശ്യമുണ്ടോ, അച്ഛനെ സഹായിക്കണോ, ഞാൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. പക്ഷെ നമ്മളത് കുത്താണ് ഉദ്ദേശം. ആ കുത്തലുകളൊക്കെയാണ് എൻ്റെ ഉള്ളിൽ തീയായിട്ട് മാറിയത്. ആ തീന്നാണ് നമ്മൾ ഉരുത്തിരിഞ്ഞ് വന്നത്. അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നാൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല. കാരണം നെഗറ്റീവ് കാര്യം 0, 1, 2, 3 കാര്യം വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉദ്യോഗാർത്ഥികളോട്, ഓഫ്ലൈൻ സെമിനാറിലൊക്കെ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ സാറിന് ഈ ഒരു തള്ളിയിട്ട് കഴിഞ്ഞാലേ നല്ല നമ്മൾ കയറി വരും. ഈ സർക്കാർ സർവീസിലേക്കുള്ള നേരത്തെ സാറിന് എന്തെങ്കിലും പ്രണയമോ കാര്യങ്ങളോ? പണ്ട് നമ്മളെപ്പോഴും എന്തോ ഒരു പഴയ കഥ കേട്ടിട്ടാണല്ലോ. പണ്ട് നേരം മുമ്പ് നമ്മൾ സാർ എൻട്രിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഇന്റർവ്യൂ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ തേച്ചിട്ട് പോയതാണ്. എന്തായാലും ആ തേപ്പാണ് ശരിക്കും നമുക്കൊരു കൂടുതൽ ഒരു മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള എഴുത്തലുകൾ, നമുക്ക് കിട്ടുന്ന കല്ലേറുകൾ, ഇതൊക്കെ തന്നെയാണ് എന്നും എൻ്റെ മോട്ടിവേറ്റേഴ്സ്.